ഞാൻ വല്ലതും മാറ്റി പറയണ്ട. അതൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ എപ്പോഴും മാറ്റി പറയണം. ഞാൻ വല്ലതും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി എന്തൊക്കെ മാറ്റി പറഞ്ഞു? ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് നുണ പറഞ്ഞു മുഖ്യമന്ത്രി. നുണ ഞാനിപ്പോ അങ്ങനെ യമണ്ടൻ നുണയെന്നൊക്കെ എന്നോട് പറയണത്. യമണ്ടൻ നുണ പറഞ്ഞു. ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്യുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചില്ലേ? RSS ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ഞാൻ ജോണി ലൂക്കോസുമായിട്ടുള്ള ഇന്റർവ്യൂ കാണിച്ചില്ല, അപ്പോൾ പറഞ്ഞത് RSSുമായിട്ട് പല കാലത്തും ബന്ധമുണ്ടായിട്ടുണ്ടെന്ന്. പിന്നെ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് പച്ചക്കള്ളം ഈ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? ഞങ്ങൾ പൊളിച്ചടിക്കില്ലേ? ആരുടെ ഡോക്യുമെന്റ് വെച്ചിട്ട്? തോമസ് ഐസക്കിന്റെ വൈറ്റ് പേപ്പർ, മുഖ്യമന്ത്രി ഒപ്പിട്ട ക്യാബിനറ്റ് അംഗീകരിച്ച വൈറ്റ് പേപ്പർ വെച്ചിട്ട് എന്തോരം നുണയാണ് ഈ മുഖ്യമന്ത്രി ഇപ്പൊ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങേ നുണയൻ KPCC പ്രസിഡന്റിന്റെ പേരിൽ എന്റെയും പേരുണ്ട്. എന്നോട് KPCC ഞാൻ കണ്ടില്ല, അത് പ്രസിഡന്റ് പറഞ്ഞു. അതായത് K സുധാകരന് സീറ്റ് കൊടുക്കരുത് പറഞ്ഞ് ഞങ്ങള് കള്ളക്കത്ത് പ്രചരിപ്പിക്കുക. CPM എത്ര തരംതാണ് ഈ പ്രചാരണ കാലത്തെ അല്ല, അതിപ്പോ ആരാ നുണ പറയണെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തല്ലോ. ഞാനിപ്പോ എത്ര നുണ മുഖ്യമന്ത്രി പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമില്ല എന്നുള്ളത് ഞങ്ങൾ പൊളിച്ചു. മുഖ്യമന്ത്രി നുണ പറഞ്ഞാണെന്ന്. RSSുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് നിങ്ങളുമായിട്ട് ഇന്റർവ്യൂവിൽ തന്നെ പൊളിച്ചു. 18 മാസം ഉമ്മൻചാണ്ടിന്റെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് പറഞ്ഞ പച്ചക്കള്ളം പറഞ്ഞു മുഖ്യമന്ത്രി. അത് തോമസ് ഐസക്കിന്റെ ഇദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കുന്ന ക്യാബിനറ്റ് അംഗീകരിച്ച വൈറ്റ് പേപ്പർ പുറത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ പൊളിച്ചടുക്കി കൊടുത്തില്ലേ? 2013 ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണം മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഗണേഷ് കുമാറിനെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കുമല്ലേ? ഇപ്പൊ അത് കുടുംബ പ്രശ്നമായില്ലേ? ഇരട്ടത്താപ്പല്ലേ മുഖ്യമന്ത്രിക്ക്? ഇപ്പൊ ഏത് സമയത്ത് ഇരട്ടത്താപ്പ്? യഥാർത്ഥ നുണയൻ മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ നുണറായി എന്നുള്ള പേര് വിട്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അങ്ങേ നുണയൻ എന്നാണ് ഇടതുപക്ഷം വിശേഷിപ്പിച്ചത്. അതിലൊരു വിഷമം തോന്നിയിട്ടുണ്ട്. ഞാൻ എങ്ങനെയുള്ള അറിയപ്പെട്ടിരുന്ന ആളാ? എനിക്ക് ഒന്നും അറിയാത്ത ആളാണ്. ഞാൻ ഗൃഹപാഠം ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ല. ഞാൻ പഠിച്ചു വന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയില്ല എന്ന് പറയും. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഡേറ്റയുടെ പിൻബലം എപ്പോഴും ഉണ്ടാവും. പഠിച്ചിട്ടേ പറയുള്ളൂ. 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ മുഖ്യമന്ത്രിയല്ലേ ഫേസ്ബുക്കിൽ എഴുതിയത് 4,000 വീടേ വെച്ചുള്ളൂ അല്ലേ? പച്ചക്കള്ള ആരാ പറഞ്ഞത്? എൻ്റെ പുറകിൽ ഡേറ്റ ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങളായ AK ബാലനും KT ജലീലും ഞങ്ങൾക്ക് നിയമസഭയിൽ ചോദിച്ചു തന്ന ഉത്തരത്തിന്റെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. അറിയാൻ വെച്ചോടുകൂടി മുഖ്യമന്ത്രി കണ്ടം വഴി ഓടിയല്ല. പിള്ളേർ പറഞ്ഞമാതിരി, ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞമാതിരി കണ്ടം വഴി കുട്ടികൾ ഓടിയല്ല. മുഖ്യമന്ത്രി ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാകുമായിരുന്നെങ്കിൽ മലർത്തിയടിക്കുമായിരുന്നു. അല്ല, ഈ കാര്യമൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ആരോ ഉപദേശം കൊടുത്തു വേണ്ടാത്ത പണിക്ക് പോകേണ്ടതാണ്. കാരണം ഞാൻ ഈ ചോദ്യം ചോദിച്ച മുഖ്യമന്ത്രി എന്ത് പറയും? നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം ഉണ്ടായില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. നുണയല്ലേ? ഇത് പറയും. നുണയാണെന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ വീഡിയോ ക്ലിപ്പ് എടുക്കും. RSSന്റെ പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എടുക്കും. പെൻഷന്റെ കാര്യം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എടുക്കും. ഗണേശനെ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് ഗണേശനെ കഷ്ടത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പൊ. ഗണേശൻ അതിനേക്കാൾ ഗുരുതരമായ ആരോപണം വന്നപ്പോൾ പറയാം കുടുംബ പ്രശ്നമാണെന്ന്. ഇരട്ടത്താപ്പിന്റെ KPCC പ്രസിഡന്റ് നമുക്കറിയപ്പെടാവുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പെൻഷൻ 2,500 രൂപയാക്കി കൊടുക്കണം അല്ലേ? 1,600 രൂപയുടെ പെൻഷൻ. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ആരെ പറ്റിച്ചപ്പോ അന്നൊരു അവസാനം ഇപ്പൊ 2 മാസം മുമ്പ് 400 രൂപ കൂട്ടി. ഇപ്പൊ ഈ മാസത്തെ പെൻഷൻ കൂടി കൊടുക്കുകയാണ് 4,000 രൂപ ഒരുമിച്ച്. ഇന്നലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി അവരത് മേടിച്ച് പോക്കറ്റിലിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDFന് വോട്ട് ചെയ്യും. അവിടെ UDF 3,000 രൂപയാണ് അവർക്ക് പെൻഷൻ കൊടുക്കാൻ പോകണം. അപ്പൊ അത് പറ്റിച്ച ജനങ്ങളെ അപ്പൊ കബളിപ്പിച്ചിട്ടാണ് വോട്ട്. ഞങ്ങൾ വന്നാൽ ഞങ്ങൾ 2,500 രൂപ ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ആണോ? അപ്പൊ പറ്റിച്ചില്ലേ? റബ്ബറിന് 250 രൂപ ആക്കാന്ന് പറഞ്ഞല്ലോ, ആക്കിയില്ലല്ലോ. നെല്ല് സംഭരണം പാളി കുത്തുവാളെടുത്തില്ലേ? നെൽ കർഷകർ മുഴുവൻ വല്ലാത്ത സ്ഥിതിയിലായില്ലേ? തീരപ്രദേശത്ത് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് എവിടെ? വയനാട് പാക്കേജ് എവിടെ? കാസർഗോഡ് പാക്കേജ് എവിടെ? ഇടുക്കി പാക്കേജ് എവിടെ? ഒറ്റ പൈസ ചെലവാക്കാതെ ഡയലോഗ് അടിക്കും. എന്നിട്ട് വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കിയത് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നപ്പോൾ അത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്ന് കടൽ കൊള്ളയാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ നാണമില്ലേ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ? പിന്നെ പറഞ്ഞ് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന്. ആ രാജീവ് മന്ത്രിസഭയിൽ ഇരിക്കുക. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രസംഗിച്ച നേതാക്കന്മാർ. ഇവരുടെ ഈ തട്ടിപ്പുകളെല്ലാം ഞങ്ങൾ നന്നായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവർ പറയുന്നത് നുണകളുടെ കൊട്ടാരം പണിയാണ്. അപ്പൊ എന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അവസാനം നുണയനായി പിണറായി